Hello friends, welcome to my channel Maida Classic Kitchen. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ഗീതാ മാമിന് ഓർമ്മയില്ലേ? കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ഇല്ലേ ചില്ലി ചന, അത് മാം ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. മാം പറഞ്ഞു മാമിന് ഭയങ്കരമായിട്ട് ഇഷ്ടായി. മാം അയച്ച ഫോട്ടോ കാണണ്ടേ? എന്നാ വേഗം പോയിട്ട് കണ്ടിട്ട് വാ. ഫോട്ടോ കണ്ടില്ലേ? അടിപൊളിയായിട്ടുണ്ടല്ലേ? നിങ്ങളും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഫോട്ടോ അയച്ചു തരണം കേട്ടോ. നമ്മളെ ഇൻസ്റ്റാഗ്രാമിന്റെ നെയിം താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ഫോട്ടോ അയച്ചാൽ മതി കേട്ടോ. ഉമ്മ നെക്സ്റ്റ് വീഡിയോയില് പേരും ഫോട്ടോ കാണിക്കും. എല്ലാരും ഫോളോ ചെയ്യണേ. ഓക്കെ? നിങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് ഇഷ്ടമാണ്. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടം. കേക്കിന്റെ ടേസ്റ്റ് എന്താ? നല്ല മധുരാണല്ലേ? ഇന്നും ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ ഇത് മധുരമുള്ള കേക്കല്ല കേട്ടോ, ഇത് സ്പൈസിയാ. ഇതിന് ഉമ്മട്ട പേരാണ് മസാല കേക്ക്. ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? Come on, let's go to the kitchen. ഹലോ ഫ്രണ്ട്സ്, നോമ്പ് അനുഷ്ഠിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റമദാൻ കരീം. ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു മസാല ഉണ്ടാക്കണം. അതിനായി ഞാനൊരു കടായിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഒരു മീഡിയം സൈസ് ഉള്ളി ഗ്രേറ്റ് ചെയ്തത് ചേർക്കാം. ഇത് നന്നായി വഴറ്റുക. ഇതിലോട്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കാം. ഇതും നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് വേവിച്ച് ചെറിയ പീസാക്കിയ ചിക്കൻ ചേർക്കാം. ഇത് ഞാൻ അല്പം കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ് കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഞാൻ ഇതിൽ ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തതാണ്. അതുകൊണ്ട് ടേസ്റ്റ് നോക്കി വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ഒരല്പം മല്ലിയില ചേർക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു മിക്സി ജാറിലോട്ട് 2 മുട്ട പൊട്ടിച്ചത് ചേർക്കാം. ഇതിലോട്ട് 1 കപ്പ് മൈദ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുക. ഇനി 3/4 കപ്പ് പാല് ചേർക്കാം. ഇത് തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. കേക്ക് ബാറ്റർ ഒരു ബൗളിലോട്ട് മാറ്റാം. ഇതാണ് കൺസിസ്റ്റൻസി. നിങ്ങളുടെ ബാറ്റർ തിക്കാണെങ്കിൽ കുറച്ചുകൂടി പാല് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനൊരു സോസ് പാനിൻ്റെ താഴെ ബട്ടർ പേപ്പർ വെച്ച് എല്ലാ വശവും നെയ്യ് ഉപയോഗിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് ബാറ്ററിൻ്റെ പകുതി ഭാഗം ചേർക്കുക. ഞാനൊരു പഴയ ഫ്രൈയിങ് പാന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു റിങ് വെച്ച് അതിൻ്റെ മുകളിലായി സോസ് പാൻ വെക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഇനി ഇത് അടച്ചു വെച്ച് മുകളിലെ ഭാഗം ഡ്രൈ ആവുന്നത് വരെ വേവിക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ആഡ് ചെയ്യാം. മസാല സൈഡിൽ ആവാതെ വേണം ചേർക്കാൻ. കുറച്ച് മസാല ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബാറ്റർ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. ഇനി ഇതിൻ്റെ മുകളിലായി ഒരു ഭംഗിക്ക് വേണ്ടി ബാക്കി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കുക. ഇനി ഇതൊരു പപ്പടം കുത്തിയോ ടൂത്ത് പിക്കോ ഉപയോഗിച്ച് നമുക്കൊന്ന് കുത്തി നോക്കാം. ഇത് ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മസാല കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഇത് ടേസ്റ്റിയും അതുപോലെ സ്പൈസിയുമാണ്. നോമ്പ് കാലത്ത് ഇതുപോലുള്ള വിഭവങ്ങൾ ട്രൈ ചെയ്താൽ നമുക്ക് വയറും നിറയ്ക്കാം, അതുപോലെ തന്നെ സമയവും ലാഭിക്കാം. ഇതാണ് നമ്മുടെ മസാല കേക്ക്. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ. അടിപൊളി, എനിക്ക് ഇഷ്ടം.
ഇനി നോമ്പല്ലേ വരാൻ പോകുന്നത്. എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും